നമ്മുടെ ആരോഗ്യം പൂർണ്ണമായും ആഹാരത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. തെറ്റായ ആഹാരശീലങ്ങളും ജീവിതശൈലിയും പല രോഗങ്ങൾക്കും കാരണമാകും. ഈ ശീലങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. രാത്രി വൈകി ആഹാരം കഴിക്കുന്നത് വളരെ ദോഷകരമാണ്. നമ്മുടെയെല്ലാം ദഹനപ്രക്രിയ രാത്രിയിൽ മന്ദഗതിയിലാകും. അതുകൊണ്ടാണ് രാത്രി വൈകി ആഹാരം കഴിക്കുന്നത് നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദഹിക്കാത്ത ആഹാരമാണ് മിക്ക രോഗങ്ങൾക്കും കാരണം. കൂടാതെ ഇത് ഉറക്കത്തിനും തടസ്സം സൃഷ്ടിക്കും. രാത്രിയിലെ ആഹാരം ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കുന്നതാണ് ഉചിതം. ആഹാരം കഴിച്ച ഉടൻ കിടക്കുന്നത് പകലായാലും രാത്രിയായാലും ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആഹാരം കഴിച്ച ശേഷം അല്പം നടക്കുന്നത് വളരെ നല്ലതാണ്. ആഹാരങ്ങൾക്കിടയിൽ കുറഞ്ഞത് 3 മണിക്കൂർ ഇടവേളയുണ്ടെങ്കിൽ ഭക്ഷണം നന്നായി ദഹിക്കും. അതുപോലെ വേഗത്തിൽ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുകയും ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യുക. ദിവസവും ഒരേ സമയത്ത് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഇനി അരി ഭക്ഷണത്തെ പറ്റി അറിയാം. വെളുത്ത അരിയിൽ അന്നജം മാത്രമാണ് പ്രധാനമായും ഉള്ളത്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതിനാൽ രോഗങ്ങൾ ഉള്ളവരും വ്യായാമമില്ലാത്തവരും വെളുത്ത അരി കൊണ്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക. തവിടുള്ള അരിയാണ് ഏറ്റവും നല്ലത്. തവിടുള്ള അരിയിൽ നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. റാഗി, ബാർലി, മുത്താറി, ചോളം, കൂവരക്, ബജ്ര തുടങ്ങിയ ചെറുധാന്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ കൂടുതൽ നാരുകളുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും വ്യായാമം ചെയ്യുന്നത് ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും രോഗങ്ങൾ അകറ്റി നിർത്താനും സഹായിക്കും. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ നമുക്ക് അസുഖങ്ങളെ മറികടക്കാൻ കഴിയും. ആഹാരരീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ രോഗങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കും. ആരോഗ്യപൂർണമായ ഒരു ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.